ഇങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കണേ. ഓം ഹ്രീം മെതുവട വരട്ടെ, മെതുവട മെതുവട, മെതുക്കുട്ടിക്ക് മെതുവട വരട്ടെ, മെതുവട വരട്ടെ, മെതുവട വരട്ടെ, മെതുവട മെതുവട വന്നു. ആന അലറലോടല്ല, അതെ ഞാനൊരു കാര്യം, എങ്ങനെ തലയിൽ ഒരു കൊട്ട തരാം. കൊട്ടയിലിട്ട് തലയിൽ പിടിച്ച് കൊണ്ടുപോയ. ഇന്റർവ്യൂവിന് വരുമ്പോ എന്തൊക്കെ ചെയ്യണം എന്ന് അച്ഛനും പറഞ്ഞേ? എങ്ങനെയാ അച്ചടക്കത്തോടെ ഇരിക്കുക? അപ്പൊ അറിയാം ഇപ്പൊ അച്ചടക്കത്തോടെയാണോ ഇരിക്കുന്നേ? എന്തോ എങ്ങനെ കമ്പളി പോയപ്പോ ഫ്ലൈറ്റിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പോണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാ? ജിസുവിനെ കാണാനോ? ആരാ മെഹറീൻ? ആരത്? ചക്രവർത്തി കുമാരാ. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും? ഡ്രസ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം ഒക്കെ? ഞാനായത് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്ത അല്ലല്ലോ. ലിപ്സ്റ്റിക് ഇട്ടെന്ന ഞാൻ ആരാ കണ്ണെഴുതുന്നെ? പക്ഷേ കോമ്പാക്ട് പൗഡർ ഐഷാഡൊക്കെ ഞാൻ. ഇതൊക്കെ എപ്പോഴാ പഠിച്ചേ? കോമ്പാക്ട് പൗഡർ ഇതൊക്കെ അതൊക്കെ ഞാൻ പണ്ട് പഠിച്ചു. ഇനി എന്തൊക്കെയാ പഠിക്കാൻ ഇഷ്ടമുള്ള ആഗ്രഹമുള്ള കാര്യങ്ങള്? എല്ലാം ഞാൻ പഠിച്ചു. കൊറിയനൊക്കെ അറിയാൻ തോന്നി. എന്നോട് എനിക്ക് കൊറിയൻ എഴുതാൻ അറിയാമെന്ന്. എന്താ അറിയാ? എന്തെഴുതറിയാം കൊറിയനില്? എനിക്ക് അറിയില്ല, എന്തൊക്കെയോ എനിക്ക് കാണാം. എനിക്ക് സംസാരിക്കാനും വായിക്കാനൊന്നും അറിയില്ലെന്ന്. എനിക്ക് ചില വാക്കുകൾ മാത്രം എഴുതാൻ അറിയാം. ഏതെങ്കിലും രണ്ടൂന്ന് വാക്ക് പറഞ്ഞു തന്നെ ആന്റിക്ക് പഠിപ്പിച്ചു തരുമോ? പറയാൻ പറ്റില്ല. അല്ല, വാക്ക് പറഞ്ഞു തന്നാ മതി, പഠിപ്പിച്ചു തന്നാ പറ്റില്ല. എനിക്ക് പറയാൻ അറിയില്ല. ആണോ? ആന്റിക്ക് ഒരു മോനുണ്ടേ. മോന് ആന്റിയുടെ അടുത്ത് ഇങ്ങനെ ജാപ്പനീസ് ഭാഷയൊക്കെ പറയും ഇതേപോലെ ഇടയ്ക്ക് ഓരോ വാക്ക്. അതുപോലെ അവൻ്റെ അടുത്ത് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് വല്ലതും പഠിപ്പിച്ചു തരുമോ? എനിക്ക് കൊറിയൻ ഭാഷ, കൊറിയൻ പാട്ടറിയാലോ, അതല്ലേ ഇഷ്ടം? കൊറിയൻ പാട്ട് എനിക്ക് എത്ര സോങ്സ് അറിയാം ഞാൻ പറയട്ടെ. ഏതോ ഒരു ഭാഷ ഉണ്ടായിരുന്നു, മലയാളം പോലത്തെ, തമിഴല്ല, തമിഴെല്ലാം പോലത്തെ പാത്തൻ വർഷ. അയ്യൊരു ഭാഷയില്ലേ? അതേത് പാട്ടാ കേൾപ്പിച്ചേ? പാത്തൻ, അത് ഏതോ ഒരു ഭാഷയുണ്ട്. നോക്കട്ടെ, ഏതോ ഒരു ഭാഷ. പാട്ട് കേട്ടാ എനിക്ക് മനസ്സിലാവും. പറഞ്ഞ പാത്തൻ വർഷ വീച്ചോലി സവൻ കാ ആനാ നേപ്പാളി ബാദൽ ബർസ നേപ്പാളിയാ? അത് നേപ്പാളിയാ. നേപ്പാളി സോങ്സ് അറിയാം, കൊറിയൻ സോങ്സ് അറിയാം, ഇംഗ്ലീഷ് സോങ്സ് അറിയാം, മലയാളം സോങ്സ് അറിയാം, ചൈനീസ് സോങ്സ് അറിയാം, ജപ്പാനീസ് സോങ്സ് അറിയാം, കന്നഡ സോങ്സ് അറിയാം, ഹിന്ദി സോങ്സ് അറിയാം, തമിഴ് സോങ്സ് അറിയാം, തെലുങ്ക് സോങ്സ് അറിയാം. ഇതൊക്കെ കള്ളോ? നമ്പറാ. അറിയാവോ? പാടി തന്നെ ഞാൻ കൊറിയൻ സോങ് പാടി തന്നാ ഞാൻ വിശ്വസിക്കും. ഇതിലിവിടെ കൊറിയൻ എന്റെ പൊന്ന്. ABC the dorama ചായച്ചിയുമ്മ തനുംബിച്ചി സപ്യാനച്ചി വചായച്ചിയുമ്മ രേക്കെ സമ്മാ സമ്മായാത് സമ്മായാത് തമ്പിച്ചരുമ്മരാത ചപ്ചിയ നിന്നു സുമ്മാതനിഹാത് حتى شمبيتم شيادو هيدا هوتو ماكلالا ഫ്രിസ്കേറ്റോ ത്രോഡിയോ. സൂപ്പർ. ഇത് കൊറിയൻ അല്ലേ? അത് കൊറിയൻ. ഇനി ഒരു ജാപ്പനീസോ ചൈനീസോ? ജാപ്പനീസ് സോങ് അറിയില്ല, ജപ്പാനീസ് സോങ്സ് അറിയില്ല. ഇനി ചൈനീസ് സോങ് വേണോ? I guess it to me, the go my life. I send it to me, it's all you get. I guess it to be the axles. If you love me, with this para with the harmy the crying, the
in a wearing more, more. Have a time like it all fresca. അടിപൊളി. ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഏത് ഭാഷയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ചൈനീസ് സോങ്. ഇംഗ്ലീഷ് സോങ് അറിയില്ല. കേൾക്കാറുണ്ടോ ഇംഗ്ലീഷ് പാട്ട്? നമ്മുടെ പഴയ മലയാളം പാട്ടില്ലേ, പണ്ടത്തെ ജാനകിയമ്മയൊക്കെ പാടിയത്? അതാണോ? ആണോ? അത് പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചു പാടുന്നതാണ്. എങ്ങനെയാ പഠിക്കുന്നത് ഈ വാക്കുകളൊക്കെ? അമ്മ ലിറിക്സ് പറഞ്ഞുതരും, ബാക്കി ഞാൻ ട്യൂണൊക്കെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. ഏറ്റവും ലിറിക്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വായിൽ വരാത്ത പാട്ട് ഏതായിരുന്നു? പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്കതൊന്നുമില്ല, എല്ലാ വാക്കും പെട്ടെന്ന് വരും. നിങ്ങൾക്ക് മലയാളത്തിൽ ഏത് വാക്കും പറയാൻ അറിയും? പക്ഷേ തത്ത ചൊട്ടയിലടിച്ച് ചെത്തു. എനിക്ക് ഈ ഞാൻ പറയുന്ന വാക്ക് എനിക്ക് പറയോ? നോക്കട്ടെ. കളകള മെഴുകുമ്പോൾ അരുവിയിലകൾ ഇരുരു കുളിരൊരു പുളകം. കളകള മെഴുകുമ്പോൾ അരുവിയിലകൾ ഇരുരു കുളിരൊരു പുളകം. പാട്, പറ. എങ്ങനെ? കളകള മെഴുകുമ്പോൾ അരുവിയിലകൾ ഇരുരു കുളിരൊരു. എനിക്ക് ചെവി കേൾക്കാൻ പറഞ്ഞൂടാ. കളകള മെഴുകുമ്പോൾ അരുവിയിലകളിൽ ഒരു കുളിരൊരു പുളകം. എന്തോ? എങ്ങനെ? കമ്പളി പോയപ്പോ എനിക്ക് പറയാൻ അറിയത്തില്ല. ഇതേപോലെ വേറെ എന്തൊക്കെയാ അറിയാ? തത്ത ചൊത്തയിലടിച്ച് ചത്തു. തത്ത ചൊത്തയിലടിച്ച് ചത്തു. തത്ത ചൊത്തയിലടിച്ച് ചത്തു. എന്ത്? തത്ത ചൊത്തയിലടിച്ച് ചത്തു. പിന്നെ വേറെ എനിക്കറിയത്തില്ലെന്നേ. ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് പറയിപ്പിക്കുക, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. വേറെ ഏതറിയാം? ആന അലറലോടലറ്. ആന അലറലോടലറ്. ആന അലറലോടലറ്. വേറൊരു സംഭവം പറഞ്ഞിട്ടെ. തൃപ്പൂണിത്തറ തൃപ്പടിയിന്മേൽ തണ്ടുരുളും. അയ്യോ ചോപത്തമ്മ. തൃപ്പൂണിത്തറ തൃപ്പടിയിന്മേൽ പറഞ്ഞ. തൃപ്പൂണിത്തറ തൃപ്പടിയെന്ന് തണ്ടുരുളും തടിയുരുളും തടിപ്പുറത്ത് രണ്ട് കുരുമുളകുരുളും. തൃപ്പൂണിത്തറ തൃപ്പടിയിന്മേൽ തണ്ടുരുളും തടിയുരുളും. ഇനി പഠിച്ചിട്ട് തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ. സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണോ? പിന്നെ നല്ല ഇഷ്ടമാണോ? ഏതൊക്കെ സിനിമ കണ്ടു ഈ അടുത്ത്? സ്പേസിന്റെ 3D സിനിമ കണ്ടു. സ്പേസിന്റെ 3D സിനിമ കണ്ടു. പിന്നെ മദരോത്സവം കണ്ടു. പിന്നെ വേറെ ഏതോ മൂവി കണ്ടു തിയേറ്ററിൽ പോയി കണ്ടു. കുറെ മൂവീസ് അറിയാം. കണ്ണൂർ സ്ക്വാഡ് കണ്ടോ? കണ്ണൂർ സ്ക്വാഡ് മമ്മൂക്കയുടെ സിനിമ ഉണ്ടോ? മമ്മൂട്ടി സിനിമ. ഇന്റർവ്യൂവിന് വരുമ്പോ എന്തൊക്കെ ചെയ്യണം എന്ന് അച്ഛനും പറഞ്ഞേ? അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കണം? നല്ല അനുസരണയോടെ അച്ചടക്കത്തോടെ ഇരിക്കും. എങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കുക? അപ്പൊ അറിയാം. ഇപ്പൊ അച്ചടക്കത്തോടെയാണോ ഇരിക്കുന്നേ? ആണോ? ഇതാണോ അച്ചടക്കം നിങ്ങളുടെ? പിന്നെ വേറെ എന്തൊക്കെ പറയരുതെന്ന് പറഞ്ഞു? ചോക്കോ. ഇതാണ് അച്ഛൻ പറഞ്ഞത്. ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൻസർ പറയൂല. ഞാൻ മിണ്ടൂല. ഞാൻ കൊറേ സാധനങ്ങൾ ഇനി വാങ്ങിച്ചു തരും. വേണോ? വേറെ സാധനം ഇതല്ലാതെ. അപ്പൊ പറയാ എന്തൊക്കെയാ പറയരുത് എന്ന് പറഞ്ഞ? അത് ഞാനിങ്ങനെ കോപ്രായൊന്നും കളിക്കരുത്. പിന്നെ ഇവിടെ എണീറ്റ് ഇങ്ങനെ ചാടാനൊന്നും പാടില്ല. പിന്നെ എഴുന്നേക്കാൻ പാടില്ല. നല്ല അനുസരണയോടെ ഇരിക്കണം. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ എങ്ങനെ ഇരിക്കല്? ഒരു ഇന്റർവ്യൂല് ആദ്യത്തെയും ഇന്റർവ്യൂ പിന്നീട് സോഫയിലൊക്കെ എണീച്ച് തൂങ്ങി കേൾക്കോ? ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങി ആടുന്ന വേറൊരു സാധനം ഉണ്ട്, അതുപോലെയാണോ? അതെന്ത് സാധന? ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കും. ഞാൻ മരത്തിന്മേൽ കയറും. നിങ്ങളുടെ കാര്യമല്ല, മരത്തിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങണ ഒരു സാധനം എന്താ ഇങ്ങനെ ആടുന്നത്? പിന്നെ ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് ഇങ്ങനെ ചാടി 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 പോവും. ആ സ്വഭാവം ഉണ്ടോ? ഊഞ്ഞാൽ ആടുന്ന പോലെ. മങ്കിച്ചനെ കണ്ടിട്ടുണ്ടോ? മങ്കിനെ കണ്ടിട്ടില്ല? ഇങ്ങനെ ആടി ആടി. സൂല് പോയിട്ടില്ലേ? സൂ പോയിട്ടില്ല? ഓക്കെ. ഇപ്പൊ നീ ട്രിവാൻഡ്രത്ത് പോകാൻ പറയണം അച്ഛനമ്മ അടുത്ത്, അല്ലെങ്കിൽ വേറെ സൂ ഉള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ആനിമൽസിനെ കാണാൻ പറ്റും. പോവാനാ ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? യാത്ര ചെയ്യാൻ ഫ്ലൈറ്റിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാ? മേതു ആഗ്രഹമുള്ള സ്ഥലം കൊറിയ. ജിസുവിനെ കാണാനോ? ആ പാട്ട് പാടിയ അവരെ കാണാനാ? ആ ചേച്ചിനെ കാണണല്ലേ?
അതിന് ജ്യൂസ് ഇങ്ങോട്ട് വന്നാലും പോരെ? ഇങ്ങോട്ട് വരില്ലേ? അതിന് ഞാൻ എന്താ പറയാ, പുലി 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 എന്ന് പറയാനാ? ഞാൻ ഇംഗ്ലീഷ് അറിയാല്ലേ? ആന്റി അതിന് കൊറിയ പോയിട്ടല്ലേ ആന്റി പറയാൻ പറ്റൂ? ആണോ? നമ്പറൊക്കെ കൊറിയെന്ന് വിളിക്കണ്ടേ? കൊറിയ ചെന്നാലേ കിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് നമ്പർ എടുത്ത് നമുക്ക് വിളിക്കാൻ നോക്കിയാലോ? എനിക്ക് നമ്പർ അറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചിലപ്പോ. ഇല്ല. ഗൂഗിളിൽ കിട്ടില്ല. ഗൂഗിളിൽ എല്ലാ സാധനവും ഉണ്ടെന്നാണല്ലോ പറയണേ. അവള് നമ്പർ കൊടുക്കണം ഗൂഗിളില്, നല്ല കിട്ടും. കൊടുത്തിട്ടില്ലല്ലേ അവര്? ചിലപ്പോ കിട്ടുമായിരിക്കും. മേതുവിന്റെ നമ്പർ കിട്ടോ? ഈ മേതുവിന്റെ കുറെ കാര്യങ്ങളുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാ. അറിയോ? അതിൽ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം എന്താ അറിയോ? ഫസ്റ്റ് ഇല്ല. മേതുവിന്റെ പേര് എല്ലാരും എന്താ വിളിക്കുക? മേധ മെഹറിൻ എന്ന് എഴുതിയിട്ടുണ്ട് കുറെ പേര്. ആരാ മെഹറിൻ? എന്തിനാ നീ എന്നെ മെഹറിൻ വിളിക്കുന്നേ? ആരത്? ആരാ എന്നെ വിളിക്കാറുണ്ട് ആൾക്കാര്? വേറെ എന്തൊക്കെയാ ആൾക്കാരെ പേര് തെറ്റിച്ച് വിളിക്കണേ? മെഡൂന്ന് വിളിക്കാറുണ്ട്. മേഡാന്ന്? മേഡാ മെഹർ, മേഡാ മഹർ. ഇതന്നെയല്ലേ? ഇതാണ് അമ്മ അച്ഛനും പറഞ്ഞത്. കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം? ഫുഡ് അടിക്കാൻ ആണോ? ചോറും കറിയൊക്കെ കഴിക്കുവോ? ചോറ് സാമ്പാറും ഉച്ചക്ക് ചോറ് കഴിക്കുവോ? ഇല്ല. അതെന്താ? രാവിലെ ദോശ ഇടും, രാവിലെയും രാത്രിയും ചായ ഉണ്ടാക്കും, ചപ്പാത്തി കുഴച്ച് പരത്തിച്ചു. ചോറ് കഴിക്കില്ല? ചോറ് ചോറ്, തോരൻ, സാമ്പാർ അതൊന്നും ഇഷ്ടമല്ല? അത് ഞാൻ വെക്കൂല, ഇഷ്ടമല്ല. പിന്നെ എന്താ? വീട്ടില് ചപ്പാത്തി അധിക ദിവസവും ഒരു നോൺ വെജ് ഉണ്ടാവും. അധിക ദിവസവും? ഈ അധിക ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ നോൺ വെജ് ഇല്ലാത്ത ദിവസം മുട്ട, ബുൾസൈ, ഓംലേറ്റ് ഇതൊക്കെ ഉണ്ടാവും. ആഹാ. ഹോട്ടലിൽ പോയി കഴിക്കുമ്പോ എന്റെ ബർത്ത്ഡേക്കൊക്കെ ലുലു മാളിന്നൊക്കെ നമ്മളിത് കഴിക്കും. ലുലു മാളിൽ ഏത് ഫുഡാ ഇഷ്ടം? എവിടെ കഴിക്കാനാ ഇഷ്ടം? കളിക്കാൻ ഇഷ്ടമാണോ അവിടെ ഫണ്ടിയൂറയില്? എന്താ കളിക്കുക അവിടെ ചെന്നിട്ട്? ഞാൻ അവിടെ പോയി കുറേ ദിവസം പോയി. പിന്നെ അവിടുന്ന് കളിച്ച് ഞാൻ ആകാശത്തൊട്ടിൽ കയറി അവിടെ. ആണോ? മറ്റേ ഗ്രാവിറ്റി അതിൽ. പക്ഷെ കുട്ടികളെ കയറ്റില്ലല്ലോ അവിടെ. പിന്നെ അവിടുന്ന് ഒരു ഇംഗ്ലീഷ് ഫ്രണ്ടിനെ കിട്ടി. ഇംഗ്ലീഷ് ഫ്രണ്ടോ? ആഹാ. ശരിക്കുള്ള ഫോറിനറാ? ബെസ്റ്റ് ഫ്രണ്ട്. പേരെന്താ? നക്ഷത്ര. ഓ, അവിടത്തെ ഉള്ള മലയാളി കുട്ടിയാ? അല്ല, ഇംഗ്ലീഷുകാരിയാ. ഇംഗ്ലീഷുകാരി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം അറിയുള്ളൂ എന്നുള്ളതാണോ? അത് മലയാളി തന്നെയാണോ ശരിക്കും? ഇവിടത്തെ കാണാനൊക്കെ നമ്മളെ പോലെ ഇംഗ്ലീഷുകാരിയാ ആണോ? പക്ഷെ അവള് കൊച്ചിയിൽ വന്നു. പക്ഷെ മലയാളം ഒത്തിരി അറിയാം. എനിക്ക് മലയാളിയല്ല, പക്ഷെ ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷാ? അതുപോലെയാണ്. ആരാ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിരുന്നേ? അമ്മ. ബുക്കൊക്കെ വായിക്കോ? വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയാം. എഴുതാനോ? എന്താ വായിക്കാൻ അറിയാത്തെ? എനിക്ക് അറിയില്ല. വായിക്കാൻ ഇഷ്ടമല്ല? വായിക്കാൻ ഇഷ്ടമല്ലേ? സ്കൂളിൽ പോയി പഠിക്കാൻ ഇഷ്ടമാണോ? നമ്പേഴ്സ് ഒക്കെ ഇഷ്ടമാണോ? മാത്സ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം കണക്കാ. കണക്കാണോ? നമ്പേഴ്സ് എന്തൊക്കെ അറിയാം? അഡീഷൻ ഒക്കെ പഠിച്ചോ? 1 + 1 2, 2 + 2 4, 3 + 3 8. എങ്ങനെയാ 3? ഞങ്ങളൊക്കെ 3 എന്നാ പറയല്. നിങ്ങൾ എങ്ങനെയാ പറയല്? 3. അതെന്താ 3? ആക്സെന്റ് ഒക്കെ വേണം. ഇത് എവിടത്തുള്ള ആൾക്കാർ എങ്ങനെ പറയാ? ഇംഗ്ലീഷുകാരാ? ഓക്കെ. അപ്പൊ 3 + 3 വലിയ നമ്പർ ഒക്കെ പഠിച്ചോ? വലിയ നമ്പേഴ്സിന്റെ ഒക്കെ പഠിച്ചോ? എവിടെ വരെ കൗണ്ട് ചെയ്യാൻ അറിയാം? എനിക്ക് -1 മുതൽ -1 മുതൽ 1000 വരെ അറിയാം. 1000 വരെ മലയാളത്തിൽ പറയാൻ അറിയും? മലയാളത്തിൽ അറിയാം. മലയാളത്തിൽ അറിയോ? ഇംഗ്ലീഷിൽ 90 മലയാളത്തിൽ എന്താ പറയാ? 90 90. 900 100 900. എന്താ എനിക്കിപ്പോ ഭയങ്കര ഫ്രണ്ട് അഞ്ചുകളുടെ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല? ഇല്ല. ലോകത്ത് ആരും പേടിയില്ല? ടീച്ചേഴ്സിനെ പേടിയാ. ആരെ? ടീച്ചേഴ്സ്. അമ്മനെ പേടി? അമ്മ എന്തുകൊണ്ട് അമ്മനെ പേടി? പിന്നെ അച്ഛനെ പേടി. അച്ഛന് ദേഷ്യം എന്താണോ?
അങ്ങനെയൊക്കെ ആക്കുമോ അച്ഛൻ? നിങ്ങൾ വേഗമൊക്കെ എടുത്ത് എറിയും. ഓ, ഫോണൊക്കെ അച്ഛന്റെ ഫോൺ എടുത്ത് പൊട്ടിച്ചു. അച്ഛൻ്റെ ഫോണല്ലേ, അവന് എന്റെ കുഴപ്പമില്ല. സ്ക്രീന് ആ പൊട്ടി ആ, പൊട്ടി പിന്നെ വർക്കാവുന്നില്ല. അതുപോലെ ഹെയർ ഫോണും പൊട്ടിച്ചു. ആ രണ്ട് പുതിയ വാങ്ങിച്ചു. ആണോ? ദേഷ്യം വന്നിട്ട് എറിഞ്ഞതാ? മെതുവട എന്താണെന്നറിയോ? മെതുവട. മെതുവട. മെതു- കുഞ്ഞിപ്പിയ, കുഞ്ഞി കുഞ്ഞി കുഞ്ഞി. വട ഇഷ്ടമാണോ? വട ഇല്ല. ഇഷ്ടമല്ല? എന്താ? ലെ, ലെ. മെതുവടാന്ന് കേട്ടിട്ടുണ്ടോ? ഉഴുന്നുവടാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, ഒരു വട ഇഷ്ടമല്ല. ഒരു വട ഇഷ്ടമല്ല? ഷോ, എൻ്റെ കയ്യിൽ മെതുവട ഉണ്ടായിരുന്നു. മെതുവട ഞാൻ വിചാരിച്ചേ മേധക്കുട്ടിയുടെ പേരുമായിട്ട് സാമ്യമുള്ള മെതുവട കഴിച്ചിട്ട് വന്നു. കണ്ടിട്ടുണ്ടോ എന്താ മെതുവടാന്ന്? ഇല്ല. ഇല്ല. കാണിച്ചു തരട്ടെ എന്താന്ന്. ഉം. ഓം ഹ്രീം മെതുവട വരട്ടെ. കണ്ണടച്ചിരുന്നോ? കണ്ണടച്ചിരിക്കേ. കണ്ണടച്ചിരിയടാ. ഒളിച്ചോ. ഇങ്ങോട്ട് 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 നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കണേ. ഓം ഹ്രീം മെതുവട വരട്ടെ. മെതുവട മെതുവട. മെതുക്കുട്ടിക്ക് മെതുവട വരട്ടെ. മെതുവട വരട്ടെ. മെതുവട വരട്ടെ. No, മെതുവട മെതുവട വന്നു. എന്താ അങ്കിളെ, ഇന്നാരെ കൊടുത്തേ? ഞാൻ കണ്ടുട്ടാ, ഞാൻ കണ്ണു തുറന്നിട്ടാ നിന്നേ. ഇതെന്താ? വട. ഇത് മെതുവട. മേധക്കുട്ടിയുടെ മെതുവട. മെതു എന്നല്ലേ വിളിക്കുന്ന എല്ലാരും? ആ, മേതു. മേതു. ഇത് മെതുവട. കഴിച്ചോ? അയ്യോ. മേതുവിന്റെ പേരുള്ള വട. ആ, കുറച്ച് കഴിച്ചു നോക്ക്. കുറച്ച് സ്പൈസി കഴിക്കല്ലോ. ഈ ചേട്ടന്മാർക്ക് കൊടുക്കട്ടെ? ഉം. ഏ ഉം. അടി ഇന്ന് കഴിച്ചോ? കണ്ടോ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിച്ചപ്പോ ഇഷ്ടമായില്ലേ? കഴിച്ചു നോക്കിയാലല്ലേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതാ. വേണ്ട, മെതുവട വേണ്ട. മെതുവട വേണ്ടെങ്കിൽ മെതുവട വേണ്ടെങ്കിൽ വാ. ഇങ്ങോട്ട് വന്നേ. കുറച്ച് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? എങ്ങനെയാ ആ ചേട്ടൻ എങ്ങനെയാ പറഞ്ഞേ? എങ്ങനെയാ പറഞ്ഞേ? അവിടെ പോയി ഇരിക്കുക. അവിടെ പോയി ഇരിക്കേ. അതൊന്നും ഇഷ്ടമല്ല? ദേഷ്യത്തിൽ പറയണൊന്നും ഇഷ്ടമല്ല? അയ്യ, അതൊക്കെ ഇങ്ങനെ വന്നേ. ഒന്നും കൂടി ഉണ്ട്. ഇനി ഏതോനേ കുറച്ച് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടേ. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്. ഏതൊക്കെ ഇഷ്ടമുള്ളതാണെന്ന് പറയണം കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ? പിന്നെ കളറൊക്കെ ഇഷ്ടമാണോ? അടുത്ത മാജിക്കേ. കണ്ണടച്ചോ. എന്താ തുറന്നു? ഞാൻ തുറന്നു തരണോ? മോതിരോ വളയോ എന്തെങ്കിലും ആയിരിക്കും. ഇടാ, ഞാൻ തുറന്നു തരാം. ഞാൻ തുറക്കാന്നേ. എൻ്റെ കയ്യിലുണ്ടേ, പക്ഷെ മേക്കപ്പ് സെറ്റ് എൻ്റെ കയ്യിലുണ്ടേ, പക്ഷെ വേറെ പഴയതായില്ലേ? ഇത് പുതിയതല്ലേ? അല്ല, പഴയതല്ലേ, പുതിയ. ഇങ്ങോട്ടാ. പക്ഷെ അപ്പുറത്തെ സൈഡ്, അപ്പുറത്തെ സൈഡ്. പക്ഷെ അത് അപ്പുറത്തെ സൈഡ് ഇടാ. ഇങ്ങോട്ടാ. പക്ഷെ അത് ഇട്ടിട്ട് എൻ്റെ മുഖത്തൊക്കെ കുരു വന്നു. അധിക ദിവസം ഇടാൻ പറ്റില്ല. സ്ഥിരം പ്രോഗ്രാം. ഇതെന്താ? അത് വെറുതെ അതിന്റെ കളേഴ്സ് ഒക്കെ വെച്ചിരുന്ന എന്ത് സാധനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്തോ ഇതിങ്ങനെയാ? അങ്ങനെ പൊക്കിയാൽ മതി. എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ. കാണിച്ചു കൊടുത്തേ. അത് ഐഷാഡോസ് ഒക്കെ. ഐഷാഡോ. അതിനെന്താ പറയാ? ഇതെന്താ? ഹൈലൈറ്റർ. ഇവിടെ ഇങ്ങനെയൊക്കെ ഇടുമ്പോ ഇങ്ങനെ തിളക്കം, ഷൈൻ വരത്തില്ലേ ഇവിടെ? ഇതോ? അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലാക്കി വെക്കും. കയ്യിലാക്കിയിട്ടുണ്ട്. വൈറ്റ് വൈറ്റ് ഇങ്ങനെ അതിങ്ങനെ ഇടുമ്പോൾ ഒരു ഗോൾഡൻ കളർ വരും. ഗോൾഡൻ അല്ല, ഒരു സിൽവറിഷ്. ഇഷ്ടപ്പെട്ടോ? ഒരു കാര്യം പറയട്ടെ, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കുരു വരും എന്ന് പറഞ്ഞൊന്നുമില്ലേ അമ്മ? എപ്പോഴും ഇടാൻ പാടില്ല. വീട്ടിലൊന്നും നിൽക്കുമ്പോൾ എടുത്തിടാൻ പാടില്ല കേട്ടോ മേക്കപ്പ്. എപ്പോഴും മേക്കപ്പ് ഇടാ, പുറത്തൊക്കെ പോകുമ്പോൾ, പ്രോഗ്രാമിന് പോകുമ്പോൾ മാത്രം. ഇഷ്ടപ്പെട്ടോ? വേറെ ഞാൻ കണ്ടുവന്നിട്ടു. വേറെ, പക്ഷെ ഇതാ രസം. ഇഷ്ടമല്ലേ? കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ ഹാർട്ട് കാണിച്ചു തന്നില്ലേ? കണ്ടോ? ഇങ്ങനെ കാണിക്കാൻ ഇഷ്ടമല്ലേ മെതുവിന്? മെതു
ഇങ്ങനെ ഹാർട്ട് കാണിച്ചില്ലേ, ഹാർട്ട് പോലെ തന്നെ ഉണ്ടല്ലേ. ഓക്കെ, ഇനി ഇഷ്ടപ്പെട്ടോ? ഇനി കഴിക്കാനുള്ള സാധനം വേണോ അതോ കമ്മലോ മാല അങ്ങനത്തെ എന്തെങ്കിലും വേണോ? കമ്മലല്ല, ഒരു ഇങ്ങനെ മാല പോലത്തെ എന്തെങ്കിലുമൊക്കെ വേണോ? മാല പോലത്തെ മാല പോലത്തെ മതി. അപ്പൊ എന്താ കണ്ണടച്ചിരുന്നോ? അത് കണ്ണു തുറന്നോ? കണ്ണു തുറന്നോ? സ്റ്റാർ മാല ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വീണ്ടും ഹാർട്ട്. ഇത് മുത്തിന്റെ തലയിൽ വെച്ചേ. വീണ്ടും ഹെയർ ബാൻഡ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല. വെച്ചോ, കുഴപ്പമില്ല. അത് വീട്ടിൽ നിന്നൊക്കെ വെക്കാം. ഇനി ഇനി കഴിക്കാനുള്ള സാധനം തട്ടെ. കഴിക്കാനുള്ള സാധനം മാഷ്മലോ. ആ ഇഷ്ടല്ലേ? ഇഷ്ടാ. സൂപ്പർ അല്ലേ? നല്ല ഇഷ്ടാ. ആ എനിക്കറിയാലോ, മാഷ്മലോ ഭയങ്കര ഞാൻ ഇഷ്ടമാണ്. വാങ്ങി കഴിക്കും. ആ അതെനിക്കറിയാം. പക്ഷെ എൻ്റെ അമ്മ വന്നിട്ടില്ല. എൻ്റെ അച്ഛന് കൂട്ടി ഗ്രൂമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങും. ഐസ്ക്രീമിന്റെ വേണം. വാനില. ആ മോത്തൊക്കെ പൊടിയാക്കി. ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണോ കുടിക്കുന്നേ? കഴിച്ചിട്ടുണ്ടോ? അമ്മയടുത്ത് പറയണം ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാൻ. എന്നിട്ട് ഹോട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണത്. അതാണ് സൂപ്പർ കോമ്പിനേഷൻ. മാർഷ്മെല്ലോ ഡിപ്ഡ് ഇൻ ഹോട്ട് ചോക്ലേറ്റ്. കഴിച്ചു നോക്കോ? ഓക്കെ, ഹാപ്പി ആയോ? ഹാപ്പി. ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ? അതെ, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? പക്ഷെ ഞാൻ ഹാപ്പി അല്ല. എനിക്ക് എന്നെ ഹാപ്പി ആക്കണമെങ്കിൽ കുറച്ച് പാട്ട് പാടി തരണം. കാനന ചായൽ പാടി തരുമോ? എക്സ്പ്രഷൻ ഇട്ട് പാടും. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടു മലാളെ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടു മലാളെ. സൂപ്പർ, എന്റെ ഫേവറേറ്റ് പാട്ടാ. ഡാൻസ് കളിക്കറിയോ? അയ്യോ വലിയ ചുമയാണല്ലോ. ഭയങ്കര ചുമയൊന്നോ? പതുക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ വീട്ടിലേക്ക് വരുന്നോ? ഇതേപോലത്തെ ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. ആ ചേട്ടന് കൂട്ടിന് കുഞ്ഞാവകൾ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോട്ടെ? പറ്റില്ല, എനിക്ക് എൻ്റെ അച്ഛനമ്മ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. ആണല്ലേ? അച്ഛനും അമ്മയുടെയും ഫേവറേറ്റ് ആണോ നിങ്ങള്? അമ്മ കുട്ടിയാണോ അച്ഛൻ കുട്ടിയാണോ? അമ്മ കുട്ടിയാണോ അച്ഛൻ കുട്ടിയാണോ? അമ്മ കുട്ടിയാണോ? അച്ഛൻ്റെ അടുത്ത് എന്താ പറയാ? അച്ഛൻ വലുത്. എന്റെ അമ്മയുടെ ചെറുവിരയില്ലേ, അതിനെക്കാട്ടും വലുതാ എന്റെ ചെറുവിരൽ. ആണോ? നീളമുണ്ട് പക്ഷെ തടിയില്ല. നാക്കിന് നീളമുണ്ടല്ലേ അമ്മേനേക്കാളും? നല്ല നീളമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര വർത്താനം പറയണേ. ആണോ? സാധാരണ പാട്ടിനൊക്കെ വരുന്ന കുട്ടികളൊക്കെ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ. അതെനിക്ക് കിടക്കും. ഇഷ്ടല്ലേ? കിതക്കുമല്ലേ? കിതക്കുമല്ലേ ഇങ്ങനെ പാടുമ്പോ? അതിങ്ങനെ ബ്രീത്ത് ഒക്കെ കൺട്രോൾ ചെയ്യും. വേറെ സാധനം 2 പാട്ടും കൂടെ പാടിയിട്ട് ആ തമിഴ് പാട്ട്. മറ്റേ അന്ന് തമിഴ് പാട്ട് പാടിയില്ലേ? ഏതായിരുന്നു ആ തമിഴ് പാട്ട്? അയ്യോ മേതക്കുട്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടല്ലോ. എന്തായിരുന്നു ആ പാട്ട്? പാട്ട് ഇഷ്ടമല്ല. തമിഴ് പാട്ട് അല്ല, ഒരു ഇത് പാടിയാ മതിയോ? ഏത്? ഒരു പാത്തിന് വശാന്നുള്ള പാട്ടാ മൊത്തം. ആ ബാദൽ ബർസ. റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അതില്? ഇല്ല. കണ്ടിട്ടുണ്ടോ എന്റെ റീൽസ്? പാടിക്കോ കേക്കട്ടെ. എണ്ണിച്ചിരുന്നു പാടണം. ഈ കൊച്ചൻ ഗീമൻ എന്നുള്ളൊരു പാട്ടിൽ അതിന്റെ ഏതാ ഇത് പാടിത്തരാം. അതിന്റെ അനുപല്ലവി പാടിത്തരാം. യു എം എ ജിസത്തിക്കി പാടിയ പാട്ടല്ലേ
ഇത് പാടി. അത് അനുപല്ലവി പാടിയില്ല, പല്ലവിയെ പാടിയുള്ളൂ. ഒരു തമിഴ് പാട്ട്. മല്ലിപ്പൂ വെച്ച് വെച്ച് വാടുതേ, അതറിയോ? എന്താ വെള്ളി നില വന്ന് വന്ന്. പഴയ പാട്ടറിയോ? ചിത്രമ്മയുടെ. അതൊന്നും അറിയില്ല. അതൊക്കെ അറിയാന്നുള്ള 5 പാട്ട് പറഞ്ഞേ. മലയാളത്തിൽ അറിയാന്നുള്ള പാട്ടോട്. മലയാളത്തില് പൊന്നരിവാൾ. പൊന്നരിവാൾ വേണ്ട, എപ്പോഴും എല്ലായിടത്തും പാടി. ആ ഓഡിഷന് പാടിയ പാട്ട് ഏതായിരുന്നു? ചക്കരപ്പന്തലിൽ. ആ, ചക്കരപ്പന്തലിൽ തേമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിന്മനോരാജത്ത് രാജകുമാരിയാൽ വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഇങ്ങനെയാണോ പാടുന്നേ? ഇപ്പൊ ടോപ്പ് സിംഗറിലൊക്കെ എങ്ങനെയാ അടങ്ങി നിന്ന് പാടണേ നീ? അപ്പൊ പാടാൻ നേരത്ത് കയ്യും കാലും ഇട്ട് അടിക്കലൊന്നും ഇല്ലല്ലോ. അവിടെ 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 സിന്ധു ആന്റി വഴക്ക് പറയോ? സിന്ധു ആന്റിന് പേടിയാ? ആണോ? വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ജഡ്ജസ് ആരെങ്കിലും? ഇല്ലല്ല. എപ്പോഴും നല്ലത് പറയുന്നൊന്നും എന്നിട്ട് ഭയങ്കര വിഷമായിരുന്നില്ലേ? ജഡ്ജസ് കുറ്റം പറഞ്ഞില്ല എന്നല്ലായിരുന്നോ പ്രശ്നം? കറക്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നാണ്. ഉപദേശിക്കുന്ന ഇഷ്ടമാ? Where is the shoelace? ആണോ? ജഡ്ജസ് കുറ്റം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ കുട്ടിയാ ഇല്ലേ? ഇതെന്തോ അത് സർക്കസോ? കൊല്ലേ. ഓക്കെ, അപ്പൊ ഗുഡ് ഗേൾ ആയിട്ട് ഇത്രയും നേരം ഇരുന്ന്. ഗുഡ് ഗേൾ ആണോ ഫുള്ള് ആയിരുന്നോ? കണ്ണുമുത്തിരിക്കണോ ഗിഫ്റ്റിന് വേണ്ടിട്ട്? എന്ത് ഗിഫ്റ്റാ ഇനി? പെയിന്റ് ചെയ്യുന്ന എന്തെങ്കിലും ആണോ? 1 2 3 4 5 6 7 8. എന്താ? വേറെ പസിലാ, ഫ്ലവർ പസിൽ. നോക്കട്ടെ, ഇതെന്താ സംഭവം? പൊളിക്കാനല്ലേ? പൊളിച്ചു നോക്കണ്ടേ? വീട്ടിൽ ചെന്ന് പൊളിച്ചു നോക്കിയാ മതി. ഇനി ഗിഫ്റ്റ് മതിയായോ? മതിയായില്ല? ഇനി എന്ത് ഗിഫ്റ്റാ വേണ്ടേ? വേറെയും കഴിക്കാൻ എന്തെങ്കിലും സാധനം? ഇനി കഴിക്കാൻ വേണോ? അല്ല, ഇനി ഇത് തരണം. എന്തെങ്കിലും ടോയ് ആയിട്ട് കൊടുത്തോ? ടോയോ? ടോയൊന്നുമില്ല. വേറെന്തെങ്കിലും മലയും വളയും മാലയോ നീ അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ പറഞ്ഞാൽ മതി, ലിസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ, എന്താ വേണ്ടെന്ന്. കഴിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കുന്ന ഒരു സാധനം കൂടി അല്ലേ? ഓക്കെ, എന്റെ കയ്യില് മുട്ടായി ഉണ്ട്. വേണമെങ്കിൽ ഇതിൽ ഒരെണ്ണം തരാം. ഏത് വേണം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ. കിറ്റ്കാറ്റ്. ഞാൻ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞുള്ളൂ. ഇത് 3 എനിക്ക് ഇഷ്ടമാ. 3 വേണം. എന്നാ പിന്നെ ഈ 3 കൂടെ വെച്ചോ. ഒരു കാര്യം ചോദിക്കട്ടെ? അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ. ഇതൊക്കെ തലയിൽ വെച്ച് കെട്ടി കൊണ്ടുപോകണല്ലോ. അതെ, ഞാനൊരു കാര്യം. എങ്ങനെ? തലയിൽ വെച്ച് കെട്ടി കൊണ്ടുപോകണം. തലയിൽ ഒരു കൊട്ട തരാം. കൊട്ടയിലിട്ട് തലയിൽ പിടിച്ച് കൊണ്ടുപോയാൽ മതി. കവർ തരണോ? അതൊക്കെ തരാം. അപ്പൊ എന്റെ കൊച്ചു മുതലാളി എന്നൊന്ന് പറഞ്ഞേ. എന്റെ കൊച്ചു മുതലാളി അങ്ങനെ ആരാ പറയാ? ശീലമ്മ. ശീലമ്മ. ശീലമ്മ വന്നപ്പോ എന്താ പറഞ്ഞേ? എനിക്കറിയില്ല. ശീലമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല ടോപ്പ് സിംഗറിൽ? ഹലോ, നേരെ ഇരിക്കൂ. റെഡി, 1 2 സ്ട്രൈറ്റ്. ഓക്കെ, അപ്പൊ മേതു ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോ? മിടുക്കിയായോ? കൊറേ ഹാപ്പി ആയോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ? ഓക്കെ, അപ്പൊ ആന്റി ഹാപ്പി ആയി, ഒരുപാട് സന്തോഷം. മേധ ഇനി ഒരുപാട് നല്ല പാട്ടൊക്കെ പാടി വലിയ വലിയ ആളൊക്കെ ആവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.